രണ്ടാമത്തെ ഖലീഫയുണ്ടല്ലോ, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയുണ്ടല്ലോ, നീതി എന്ന രണ്ടക്ഷരം ലോകത്തിന്റെ ഭൂപടത്തിൽ ഇത്രത്തോളം മടയാതായവൻ ഒരു ഖലീഫയെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ 947 പ്രഭാതത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവാകുന്ന ഗാന്ധിജിയുണ്ടല്ലോ, ഈ രാഷ്ട്രം സ്വതന്ത്ര ഭാരതമായപ്പോ, ഈ രാഷ്ട്രം സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിച്ചപ്പോ നമ്മുടെ രാഷ്ട്രപിതാവാകുന്ന മഹാത്മജി പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്ത്യ മഹാരാജ്യമെന്ന നാനാത്വത്തിൽ ഏകത്തെ ഉൾക്കൊള്ളുന്ന രാജ്യമുണ്ടല്ലോ, വിവിധ മതങ്ങളുടെയും വിവിധ വർഗക്കാരുടെയും വിവിധ വർണ്ണക്കാരുടെയും മതങ്ങളുടെയും വിഷങ്ങളുടെയും മീമാംസകളുടെയും പ്രത്യയ ശാസ്ത്രങ്ങളുടെയും സംഗമഭൂമിയായ ലോകത്തിന്റെ നെറുകയിൽ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്. ആ ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ പറയപ്പെട്ട വ്യത്യസ്തങ്ങളായ അഭിപ്രായ ഭിന്നതകളുടെ സമാഹരണമുള്ള സംഗമഭൂമിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഭരണം ഞാൻ ആരുടെ ഭരണമാണ് ആഗ്രഹിക്കുന്നതെന്നറിയുമോ? ഞാൻ ആരെ മോഡലാക്കാനാ ഞാൻ പറയുന്നതറിയുമോ? അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ ചര്യ പിൻപറ്റിയ, ഹബീബിന്റെ നീതി കണ്ടുപഠിച്ച, ലോകത്തിൽ നീതി എന്ന രണ്ടക്ഷരം അടയാളപ്പെടുത്തിയ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണമാണ് ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊണ്ടുപോലും പറയിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് പ്രപഞ്ചത്തിൽ നീതിയെ കോറിയിട്ട് പോയ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ മുമ്പിൽ വരികയാ. ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബായ നബിയെ, അള്ളാന്റെ റസൂലായ നബിയെ, എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് നബിയെ. റളിയല്ലാഹു വന്നു പറയുകയാ, ആരുടെ മുമ്പിലാ? പൂർണ്ണേന്ദുവിനെ പരാജയപ്പെടുത്തിയ പൂനിലാവ് പൊഴിക്കുന്ന അമ്പിളി തീകളെ പരാജയപ്പെടുത്തിയ അമ്പിളിയെ ആമിനാന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബായ നബിയേ, എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് നബിയേ. ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, ഉഹിബ്ബുക യാ ഹബീബല്ലാഹ്, എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് നബിയേ. തന്നെ മുസ്തഫ നബി തങ്ങളുടെ ചോദ്യം എന്താണെന്നറിയുമോ? ഉമറേ, നീ ഇഷ്ടപ്പെടുന്നുണ്ട്, ഓക്കെയാ, അതിൽ എനിക്ക് സംശയമില്ല ഉമറേ. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ആരെക്കാളെല്ലാം എനിക്ക് എന്നോട് നിനക്ക് ഇഷ്ടമുണ്ട് ഉമറേ? നിന്റെ ഇഷ്ടത്തിന്റെ രൂപം എങ്ങനെയാ ഉമറേ? നിന്റെ ഇഷ്ടത്തിന്റെ കോലം എങ്ങനെയാ ഉമറേ? നിന്റെ ഇഷ്ടത്തിന്റെ ഖുസൂസിയത്ത് എന്താണ് ഉമറേ? നിന്റെ ഇഷ്ടത്തിന്റെ രീതി എന്താണ് ഉമറേ? നീ ആരെക്കാളെല്ലാം നീ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയൂ ഉമറേ എന്ന് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണെന്നറിയോ? യാ റസൂലല്ലാഹ്, എനിക്കെല്ലാവരെക്കാളും ഇഷ്ടമാണ് നബിയേ. എനിക്ക് ജന്മം തന്ന 9 മാസവും 10 ദിവസവും മാതാവുണ്ടല്ലോ, ഗർഭഗൃഹത്തിൽ ജീവിക്കാൻ അനുവദിച്ച എന്റെ എല്ലാമായ എന്റെ ഉമ്മയുണ്ടല്ലോ നബിയേ, ആ ഉമ്മയെക്കാൾ എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് നബിയേ. എന്നെ പോറ്റി വളർത്തിയ എന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, യാ റസൂലല്ലാഹ്, ആ പിതാവിനെക്കാളും എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് നബിയേ. എന്റെ രാവുകളെ പകലാക്കി തരുന്ന എന്റെ സഹധർമ്മിണി ഉണ്ടല്ലോ, എന്റെ പ്രാണപ്രേയസിയുണ്ടല്ലോ, എന്റെ മനസ്സിന്റെ രാജാത്തിയുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, യാ റസൂലല്ലാഹ്, എന്റെ
എന്റെ ഭാര്യയെക്കാളും അങ്ങയോട് ഞാൻ എന്റെ ഇഷ്ടം പറയുന്നു യാ റസൂലല്ലാഹ്. എന്റെ ഹൃദയത്തിന്റെ കഷണങ്ങളായ എന്റെ മക്കളുണ്ടല്ലോ, എന്റെ ഹൃദയത്തിന്റെ കഷണങ്ങളായ മക്കളുണ്ട്. ആ മക്കളെക്കാളും എനിക്കിഷ്ടമാണ് നബിയേ. എന്റെ ബന്ധുമിത്രാദികളെക്കാൾ, എന്റെ കൂട്ടുകുടുംബക്കാരെക്കാൾ, എന്റെ വീട്ടുകാരെക്കാൾ, എന്റെ നാട്ടുകാരെക്കാൾ എനിക്ക് ആരോടൊക്കെ പ്രിയമുള്ളവരുണ്ടോ അവർ അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ പ്രവാചകന്റെ മുമ്പിലങ്ങ് പറഞ്ഞ പ്രളയത്തിന്റെ പൂങ്കുവിലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെന്ന് പൂർത്തിയാക്കിയപ്പോ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുക, ഉമറേ നീ പറഞ്ഞത് ഓക്കെയാ, പക്ഷേ നിന്റെ വിശ്വാസം, നിന്റെ ഈമാൻ, നിന്റെ മഹബത്ത് അത് പൂർണ്ണമായിട്ടില്ല ഉമറേ. സുബ്ഹാനല്ലാഹ്. എന്താണ് മഹബത്ത് എന്ന് പഠിപ്പിച്ചവർ സ്വഹാബികളാണ്. ആ മഹബത്ത് പരിചയപ്പെടാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ സാധ്യമല്ല. ആ മഹബത്ത് എന്താണെന്ന് അറിഞ്ഞെങ്കിലല്ലേ നമ്മൾ സ്നേഹിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ആ മഹബത്തിനെ പരിചയപ്പെടാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസ്റായിലിനെ നല്ല രൂപത്തിൽ കാണാൻ പറ്റൂല. ലോകം മുഴുവനും മഹബത്തിന്റെ ലോകമാണ്. അഷ്റഫുൽ ഖൽഖ് ഇല്ലാത്ത പ്രമേയം എവിടെയാ? അള്ളാന്റെ ഹബീബായ പ്രവാചകനെ പരിചയപ്പെടുത്താത്ത ആരാധന എവിടെയാ? ഏത് വിഷയത്തില? ഒരാള് സത്യവിശ്വാസത്തിന്റെ നെറുകയിലേക്ക് കടന്നു വന്നാൽ, ഒരാള് മുസ്ലിമായാൽ എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദര? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറ്റുമോ? അത് മാത്രം പറഞ്ഞാൽ പറ്റൂല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബായ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് വേണം ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ചവന് വേണ്ടി ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ ഉണ്ടല്ലോ, ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഖിറത്തിൽ ഒന്നാമതായി ചോദിക്കുന്ന ആരാധന ഏതാ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുന്നു, അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയത്തിൽ ഒന്നാമതായി ഏതാണെന്നറിയോ? സ്വലാത്തുഹു, അവന്റെ നിസ്കാരമാണ്. ആ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മാത്രമല്ല, തൊട്ടുപുറകിൽ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അല്ലാതെ നിസ്കാരമുണ്ടോ? മയ്യത്ത് നിസ്കാരത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വേലിയേറ്റം സൃഷ്ടിക്കുന്ന സങ്കടങ്ങൾ നിറഞ്ഞൊഴുകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ മുമ്പിൽ വെച്ചുകൊണ്ട് പിന്നിൽ സുഫായിട്ട് നിസ്കരിക്കുന്ന മയ്യത്ത് നിസ്കാരം. ആ മയ്യത്ത് നിസ്കാരത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സംഗമിച്ച സംഗമമാണ് മയ്യത്ത് നിസ്കാരം. പക്ഷേ അല്ലാഹു വെച്ച ഓർഡറെന്താ? എന്റെ പ്രിയപ്പെട്ട ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ മയ്യത്തിന് വേണ്ടിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ. തക്ബീറിന് ശേഷം ആ മയ്യത്തിന്റെ പ്രാർത്ഥന. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുമ്പോ രണ്ടാമത്തെ തക്ബീറിന് ശേഷം ആരംഭപ്പൂവേ മുഹമ്മദ് മുസ്തഫ കുറച്ചും കൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ മുൻനിർത്തിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ആ മൂന്നാമത്തെ തക്ബീറിൽ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മറന്നു പോകണ്ട. പ്രിയപ്പെട്ട സഹോദര, മരിച്ചെന്ന് ഖബറിൽ ചെന്നാൽ അവിടെയും പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. മറക്കണ്ട. കാണിക്കുന്നുണ്ട്, ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്, ഒരു ചിത്രം കാണിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇദ്ദേഹത്തിന് പരിചയമുണ്ടോ? ഇദ്ദേഹത്തിന് പരിചയമുണ്ടോ?
ആരംഭപ്പൂവിനെ കുറിച്ച് പറയുമ്പോ ആരംഭപ്പൂവിനെ കുറിച്ച് പ്രകീർത്തിക്കുന്ന സദസ്സിൽ മദീന മനസ്സിന്റെ മണിമണിയറ എന്ന് പറയുമ്പോ അനുരാഗമുള്ളവന് പരിസരത്തടങ്ങിയിരിക്കാൻ പറ്റുമോ? എന്റെ ഹബീബിനെ കുറിച്ച് പറയുന്ന സദസ്സല്ലേ, നാളത്തെ നായകനെ കുറിച്ച് പറയുന്ന സദസ്സല്ലേ, അള്ളാന്റെ ഹബീബല്ലേ എന്നെ രക്ഷപ്പെടുത്താനുള്ളത്. അശ്ശഫാഅത ഹബലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഹുലനാ سيدي خير النبي الصلاة على النبي أبو الطاهر والحبيب العربي ആമുത്തായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്നെ ശഫാഅത്ത് നൽകി കൈപിടിക്കാനുള്ള പ്രവാചകനാ. ആ രൂപത്തിൽ ജീവിച്ച പ്രവാചകനോടുള്ള പ്രണയം അടയാളപ്പെടുത്തിയ അന്തരാളമുള്ളവന് അല്ലാഹുവിന്റെ ഹബീബിനെ ഖബറിൽ കാണിക്കുമ്പോ ആ ഖബറുള്ള ചിത്രം കാണുമ്പോ ആരും പറഞ്ഞു കൊടുക്കണ്ട ഇതെന്റെ ഹബീബാ. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ആ അല്ലാഹുവിന്റെ ഹബീബ് എവിടെയാ കടന്നു വരാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുന്ന ഒറ്റ നായകൻ, അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാ. അതുകൊണ്ട് എന്റെ സഹോദരാ, എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും എനിക്കങ്ങളോട് ഇഷ്ടമാണെന്ന് ഹബീബിനോട് പറഞ്ഞ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാ, സഹോദരങ്ങളെ, ഓ ഉമറേ, നിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ടില്ല. ഉമറേ, നിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. പഠിച്ചവന് ഇനി എന്താ ബാക്കി പറയാനുള്ളത്? ഇനി എന്താ ബാക്കി പറയാനുള്ളത്? ഹബീബിന്റെ പ്രണയത്തിന് മുമ്പിൽ ഇനി എന്താണ് ഇനി സമർപ്പിക്കാനുള്ളത്? ഉടൻ തന്നെ ചിന്തിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, എനിക്കെന്റെ ശരീരത്തെക്കാളും എന്റെ ആത്മാവിനെക്കാളും എന്റെ ശരീരത്തെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു യാ റസൂലല്ലാഹ്. അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇപ്പോഴാ ഉമറേ നിന്റെ ഇഷ്ടം പൂർണ്ണമായത്. ഉമറേ, എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന പൊന്നു പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് സ്വന്തമായിട്ട് ഞാൻ എന്റെ അന്തരംഗത്തോടൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ ഓരോ ആളുകളും നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് വിരൽ ചൂണ്ടുമോ? ഒരു ഭാഗത്ത് ഫുട്ബോൾ താരങ്ങളല്ലേ താരാ, മറ്റൊരു ഭാഗത്ത് ക്രിക്കറ്റിന്റെ ഇതിഹാസ താരങ്ങളല്ലേ ചെറുപ്പക്കാരാ, മറ്റൊരു ഭാഗത്ത് സിനിമാ നടന്മാരല്ലേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ മനസ്സിന്റെ അന്തരംഗത്ത് കുടിയിരുത്തിയിരിക്കുന്ന പ്രതിഷ്ഠകളാരൊക്കെയാ? കുറെ സീരിയലിന്റെ നടിമാരല്ലേ, കുറെ സീരിയലിന്റെ നടന്മാരല്ലേ, റിയാലിറ്റി ഷോയിൽ പാട്ടുപാടാൻ വരുന്ന മക്കളല്ലേ, കുട്ടിപ്പട്ടാളത്തില് വന്ന് പിച്ചവച്ച് വർത്തമാനം പറയുന്ന കുട്ടികളല്ലേ, അത് അവതരിപ്പിക്കുന്ന അവതാരകരല്ലേ, റിയാലിറ്റി അവതരിപ്പിക്കുന്ന അവതാരികയല്ലേ. അങ്ങനെ തുടങ്ങിയിട്ട് ഭൗതികമായ പ്രമത്തതകൾ മുഴുവനും അന്തരാളത്തിൽ അടയാളപ്പെടുത്തിയിട്ട് അനുരാഗത്തിന്റെ രാജകുമാരൻ ഹബീബ് ഖുദാ നൂറേ മുജസ്സം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് പച്ചക്കള്ളമല്ലേ?